അച്ഛൻ എന്താ കാണിക്കുന്നേ? എന്താടാ പത്രം തലയിരിച്ച് വായിക്കുന്ന എന്തിനാ? അയ്യോ നീ അറിഞ്ഞില്ലയോ? സ്വർണത്തിന്റെ വില കുത്തനെ അങ്ങ് ഉയർന്നു. തല തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ താഴോട്ട് വന്നെങ്കിലോ? അയ്യോ എടാ നീയേ കൊച്ചിനെ കൊണ്ട് അവിടെ വീട്ടിൽ പോയിട്ട് നിന്റെ മുഖത്തൊന്നുള്ള ഒരു മ്ലാനതാ. ഞാൻ എന്റെ ഭാര്യ അവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. ഇനി എനിക്ക് അവളെ വേണ്ട. അതൊരു വർത്തമാനാണ് നീ പറയുന്നത്. എന്ത്? ആ പാമ്പടിച്ച കൊച്ചിനെ എന്താണ് വീട്ടിൽ കൊണ്ടാക്കിയത്? ഉണ്ടാക്കി. ഇത്രയും ദൂരം പോയപ്പോ അച്ഛനോടൊന്നും വരത്തില്ലായിരുന്നു? അച്ഛൻ കൂടെ വരത്തില്ലായിരുന്നു? അച്ഛൻ അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛാ ഇഷ്ടമല്ല. ഇത്രയും ദൂരം പോകുമ്പോൾ വണ്ടിയുടെ സൈഡിൽ ഇരുന്നിട്ട് മരങ്ങൾ പുറമോട്ട് വന്നാൽ കാണാറില്ല അച്ഛൻ. എന്തായാലും എനിക്ക് അവളെ വേണ്ട. നിനക്ക് അവളെ വേണ്ട ഇല്ലയോ? വേണ്ട. എടാ എന്താണ് വിഷയം പറയടാ. അവള് ഭയങ്കര പിശാച്ചാച്ചാ. അയ്യോ എന്ന് പറഞ്ഞാൽ നീ വലിയ പുണ്യാളനല്ലയോ? എടാ നിന്നെ എന്തിനാണ് ഞാൻ പിടിച്ച് കല്യാണം കഴിപ്പിച്ചത്? അച്ഛന് പെണ്ണ് കിട്ടാത്തോണ്ട് എന്നെ കൊണ്ട് കെട്ടിച്ച്. അതാണോ? എടാ ഈ തോന്നിയാസം പറയല്ലേ. നിന്റെ അമ്മ പോയാ പിന്നെ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും ഞാൻ നോക്കിയിട്ടില്ല. ഈ നാട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം പറയുന്നു ഇനി ഈ നോട്ടം നോക്കിയാലേ കണ്ണ് കുത്തി പൊട്ടിക്കുമെന്ന്. അന്തരായി പോയാ ഇതാരാണ് ഇത് പറഞ്ഞു? ഇതാരാ പറഞ്ഞു? സുമചേച്ചിയുടെ അടുത്ത് പറഞ്ഞ. സുമചേച്ചിയാന്ന് പറഞ്ഞു. അവള് പറയവല്ലടാ പ്രവർത്തിക്കൂടാ. അച്ഛൻ ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരാൻ പറ്റും എനിക്ക് ഈ ബന്ധം? കാര്യഭാഗനകത്ത് വേസ്റ്റ് കൊണ്ട് കളയുന്ന പോലെ കളഞ്ഞിട്ട് വന്ന് ഈസി അല്ലത്. പിന്നെ ഈ ബന്ധം ഒഴിവാക്കണ നിയമവശങ്ങളുണ്ട് അതിനകത്തില്. അതിനിപ്പോ എന്തോ ചെയ്യണമെന്ന് പറയാം. എടാ തെക്കമ്പുറത്തെ മോഹനെ അറിയാവോ? അറിയാം. അവന്റെ ഒരു മോനുണ്ട്. അവൻ നിന്റെ കൂടെ പഠിച്ചതാ. അവനിപ്പോ അഡ്വക്കേറ്റാ. നീയോ അടവെടുത്ത് ഇവിടുന്ന് കേറ്റുന്നു. എടാ അവനെ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് പറയാം നിയമവശമായിട്ട് കാര്യങ്ങൾ എന്തുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ച് പറയാം. ഫോൺ വിളിച്ച് പറയാം. അയ്യോ ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. അത് കഴിയാതെ കയറി വന്നു. എന്തിനും ഷൂട്ട് കഴിഞ്ഞാൽ അപ്പോഴേ വീട്ടിൽ പോകും. ഫോൺ കോൾ എന്തിനു വെറുതെ? വന്നാ പോരെ വക്കീൽ, വന്നാ പോരെ. വന്നല്ലോ വക്കീൽ. സ്ക്രിപ്റ്റിലുള്ള വേണ്ട ഇത്. കണ്ടിന്യൂ. വക്കീൽ വന്നല്ലോ. ഈ വക്കീൽ എന്തിനാ ഈ കോട്ട് ഒക്കെ ആയിട്ട് വന്നത്? പിന്നെ മൺമട്ടി വെച്ചോണ്ട് വരാൻ പറ്റുമോ? വക്കീലി കോട്ട് വേണ്ടേ? മൺമട്ടി വെച്ചോണ്ട് വന്ന വക്കീലാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതല്ലേ വക്കീലേ, ഞാൻ ഞാറക്കല്ല അപ്പുകൂട്ടെ. അപ്പൊ ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം പുട്ടായിരിക്കും അല്ലേ? ഞായറാഴ്ച അപ്പം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം കിട്ടുമെന്നല്ല പറഞ്ഞത്. ഞാൻ ഞാറക്കല്ല അപ്പുകൂട്ടൻ. എന്റെ മോനായവൻ. പറച്ചിലേട്ടത്തൊന്നും ഞാൻ നിർബന്ധിച്ചു കേട്ടാ മോനാക്കിയെന്ന് തോന്നുന്നു. അതല്ല മകനല്ലേ, നിങ്ങളല്ലേ കല്യാണം കഴിച്ച മകനായത്? അതല്ല ഇവന്റെ ചില പ്രശ്നങ്ങൾ കാരണം. ഇവര് നോക്കി, ഇവര് നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് പഠിച്ചതാ. ഒരുമിച്ച് പഠിച്ചതാ. ഏത് സ്കൂളിലായിരുന്നു? നമ്മളാ കൊടുവണ്ണൂർ സ്കൂളില്ലേ? കൊടുവണ്ണൂർ സ്കൂളില് അവിടെ ആ കഞ്ഞിപ്പേരില് നമ്മൾ മുഖാമുഖം നോക്കി കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു. ഓ അത് ശരി. അപ്പൊ ഒരുമിച്ച് പഠിച്ചതല്ല, ഒരുമിച്ച് കുടിച്ചെന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. നീ സ്കൂളിൽ പോയത് കഞ്ഞി പയറും തിന്നാനാണോ? അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പയറ് പോലെ നടക്കുന്നത്. എടാ പയറ് പോലെ നിൽക്കുവാണെങ്കിൽ ഒന്ന് മുളയ്ക്കണം, അല്ലെ ഒന്ന് പടർന്ന് വന്നിരിക്കണം. ചുമ്മാ അല്ല പെണ്ണ് നിന്നെ കൊണ്ട് കളഞ്ഞത്. അല്ലേ എന്നാ വിഷു എന്താ? മേടത്തിലില്ലോടാ. മേടത്തിലാ വിഷു. വിഷു ആണോ ഞാൻ ചോദിച്ചത്? എന്തോ വിഷയം എന്നല്ല ചോദിച്ചത്. വിഷയം പറ. വിഷയം എന്ന് പറഞ്ഞാലേ ഇവരൊരു പെണ്ണ് കിട്ടിയായിരുന്നു. അപ്പൊ അവളെ കൊണ്ട് കളഞ്ഞു. അപ്പൊ വക്കീൽ ഇടപെട്ടിട്ട് ഒരു ഡിഷ് വാഷ് ഉണ്ടാക്കി തരണം. ഡിഷ് വാഷ്. നിങ്ങളുടെ വീട്ടിലെ പാത്രം കഴുകാൻ വന്നാണോ ഞാൻ? അല്ല വക്കീലേ, മനസ്സിലായില്ലേ? ഞാനും പെണ്ണുമായിട്ട് പിണങ്ങിയല്ലോ. അപ്പൊ പിണങ്ങിയ പേരിന് വേണ്ടി ഒരു റിവേഴ്സ് വേണമെന്ന് ആണ് അച്ഛൻ പറഞ്ഞത്. ഇവിടെ വെള്ളപ്പൊക്കം വന്നായിരുന്നു. അപ്പൊ അച്ഛൻ മോനും എവിടെ ആയിരുന്നു? ഞങ്ങൾ തട്ടുമ്പുറത്തിരിക്കുവായിരുന്നു. ആ സമയത്ത് പോലും സ്കൂളിന്റെ തിന്നെ പോയില്ല. എങ്ങനെയെങ്കിലും നടന്നു. ആദ്യം കാര്യങ്ങൾ അറിയണം. എങ്ങനെയായിരുന്നു കല്യാണം? ഏത് സമയത്തായിരുന്നു കല്യാണം എന്ന് പറഞ്ഞാൽ 1980, 30, 40 തീ വെച്ച് കഴിഞ്ഞെങ്കിൽ കറക്റ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.